അഡ്വക്കേറ്റ് നിബിൻ, 2 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. നേരത്തെ ആർ വി ബാബു പറഞ്ഞതുപോലെ 10 വോട്ട് കിട്ടാനുള്ള അധര വ്യായാമം എന്നതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ്റെയും അതുപോലെ പ്രൊഫസർ റോണി പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിൻ്റെയും ഇടപെടലുകളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? പ്രൊഫസർ റോണി തുടർച്ചയായി സവർക്കറുടെ സംഭാവന കുറച്ചു കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭീഷ്മപിതാമഹനായ മഹാനായ അടൽജി എഴുതിയ സവർക്കറെക്കുറിച്ച് എഴുതിയ വാക്കുകൾ മാത്രമേ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളൂ. സവർക്കർ മാനെ തബ്, സവർക്കർ മാനെ ത്യാഗ്, സവർക്കർ മാനെ തേജ്, സവർക്കർ മാനെ വിചാർ. സവർക്കർ മീൻസ് ഐഡിയ, സവർക്കർ മീൻസ് സാക്രിഫൈസ്, സവർക്കർ മീൻസ് ടെനാസിറ്റി, സവർക്കർ മീൻസ് റേഡിയൻറ്റ്. ഇത് മാത്രമാണ് റോണിയോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഗാന്ധിയും കോൺഗ്രസും ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞ രേഖകൾ ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരിയായ വേദിക കാന്ത് എഴുതിയിട്ടുണ്ട്. ഇന്ത്യ ഇൻ ദ ഇയർ ഓഫ് വേൾഡ് വാർ 1. ആ പുസ്തകത്തിൽ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം ഇന്ത്യക്കാരോട് ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം വേൾഡ് വാർ 1 പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞത്. അതൊന്നും മറന്ന് സവർക്കറിനെ മാത്രം കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹം കരുതണ്ട. ഒന്നുകൂടെ സൂചിപ്പിച്ചോട്ടെ, അദ്ദേഹം നേരത്തെ മറുപടിയിൽ പറയുന്നത് കേട്ടു. ഗോപാൽ ഗോഡ്സെയുടെ പുസ്തകത്തിൽ വൈ ഐ ഹാഡ് കിൽഡ് ഗാന്ധി എന്ന പുസ്തകത്തിൽ ഞങ്ങൾ RSS ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. RSS ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അതിലെ ഒരു അക്ഷരം മാത്രമേ അദ്ദേഹം മാറ്റിയിട്ടുള്ളൂ, RSS ആണ് എന്ന്. RSS ആയിരുന്നു എന്നാണ് പറഞ്ഞത്. RSS ആയിരുന്നു. പിന്നീട് ഞങ്ങൾ ഹിന്ദു മഹാസഭയിലേക്ക് പോയി. അതിനുശേഷമാണ് ഹിന്ദു മഹാസഭ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പരിവാറല്ല. അങ്ങ് രണ്ടും കൂടെ യോജിപ്പിക്കാൻ ശ്രമിക്കണ്ട. കേരള കോൺഗ്രസും കാമരാജ് കോൺഗ്രസും ഒന്നല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഒരേ ആശയത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളാണ്. ആ വിചാരധാരകൾ തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇവിടെ ആർ വി ബാബുചേട്ടൻ പറഞ്ഞ പോലെ മാതൃസങ്കല്പമായിട്ടാണ് RSS ഭാരതത്തെ കാണുന്നത്, പിതൃസങ്കല്പമായിട്ടാണ് സവർക്കർ ഭാരതത്തെ കാണുന്നത്. സങ്കല്പത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ നിങ്ങളുടെ ശാസ്ത്രി തന്നെയാണ് സവർക്കറിന് പെൻഷൻ പ്രഖ്യാപിച്ചത്. അതും അങ്ങ് വിസ്മരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്.